നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UK ഇവിടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നീരവ് മോദിയുടെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിക്കുവാനുള്ള ഹർജി മാർച്ച് വരെ മാറ്റിവെച്ച് UK ഹൈക്കോടതി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ വജ്ര വ്യാപാരി നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിക്കണമെന്ന ഹർജിയാണ് UK ഹൈക്കോടതി 2026 മാർച്ച് വരെ മാറ്റിവെച്ചത്. കൈമാറ്റവുമായി ബന്ധപ്പെട്ട നീരവ് മോദി സമർപ്പിച്ച അപേക്ഷയിൽ നിയമപരവും മനുഷ്യാവകാശപരവുമായ ആശങ്കകൾ ഉയർത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന നിലപാട് ഹൈക്കോടതി എടുത്തത്. കോടതി വ്യക്തമാക്കിയതനുസരിച്ച് മാർച്ച് ഏപ്രിൽ കാലയളവിൽ നടക്കുന്ന ഒരു റോൾഡ് അപ്പ് ഹിയറിംഗിൽ ഹർജി വീണ്ടും പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ്. അതുവരെ നേരത്തെ നൽകിയ കൈമാറ്റ ഉത്തരവ് നിലനിൽക്കും. ഏകദേശം 13,000 കോടി രൂപയുടെ PNB ബാങ്ക് തട്ടിപ്പ് കേസിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലുമാണ് നീരവ് മോദി കുറ്റക്കാരനായത്. 2019 മുതൽ ഇയാൾ UK ജയിലിൽ റിമാൻഡിലാണ്. ഇന്ത്യയിലേക്ക് കൈമാറിയാൽ ജയിലിലെ സാഹചര്യങ്ങളും സുരക്ഷയും സംബന്ധിച്ച ആശങ്കകളാണ് നീരവ് മോദിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. ബ്രെക്സിറ്റിന് ശേഷം നിർത്തലാക്കിയ യൂറോപ്യൻ യൂണിയന്റെ എറാസ്മസ് പദ്ധതി UK വിദ്യാർത്ഥികൾക്കായി വീണ്ടും ആരംഭിക്കുവാൻ ഒരുങ്ങുന്നു. 2027 ജനുവരി മുതൽ ബ്രിട്ടൻ ഈ പദ്ധതിയിൽ വീണ്ടും അംഗമാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പദ്ധതി പുനരാരംഭിക്കുന്നതോടെ UKയിലെ വിദ്യാർത്ഥികൾക്ക് യൂറോപ്പിലെ വിവിധ സർവകലാശാലകളിൽ പഠനം, പരിശീലനം, പ്ലേസ്മെന്റ്സ് എന്നിവ നേടുവാൻ അവസരം ലഭിക്കും. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കും UK സർവകലാശാലകളിൽ പഠിക്കുവാനാകും. ബ്രെക്സിറ്റിന് ശേഷം എറാസ്മസിൽ നിന്ന് പിന്മാറിയ ബ്രിട്ടൻ അതിന് പകരമായി ടൂറിംഗ് സ്കീം നടപ്പാക്കിയിരുന്നു. എന്നാൽ എറാസ്മസ് നൽകുന്ന ദീർഘകാല അക്കാദമിക് സഹകരണവും ഇരുപക്ഷ വിദ്യാർത്ഥി കൈമാറ്റ സൌകര്യങ്ങളും ടൂറിംഗ് പദ്ധതിയിൽ ഇല്ലെന്ന വിമർശനം ശക്തമായിരുന്നു. യൂറോപ്യൻ യൂണിയനുമായി നടന്ന പുതിയ ചർച്ചകളുടെ ഭാഗമായി വിദ്യാഭ്യാസ സഹകരണം ശക്തിപ്പെടുത്തുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് UK എറാസ്മസ് പദ്ധതിയിലേക്ക് തിരിച്ചെത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എറാസ്മസ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് അധിക ട്യൂഷൻ ഫീസ് ഇല്ലാതെ വിദേശ പഠനാവസരങ്ങൾ, യാത്ര, താമസ സഹായങ്ങൾ, ഭാഷാ പരിജ്ഞാനം, അന്തർദേശീയ അനുഭവങ്ങൾ എന്നിവ ലഭ്യമാകും. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഇടപെടലുകളും സ്വാധീന ശ്രമങ്ങളും അന്വേഷിക്കുവാനൊരുങ്ങി UK. ഇതിനായി സർക്കാർ സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് നീക്കം. വിദേശ ശക്തികൾ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ധനസഹായം നൽകി തെരഞ്ഞെടുപ്പുകളെയും നയനിർണ്ണയങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ക്രെംലിൻ അനുകൂല ഏജന്റിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് റിഫോം UKയിലെ മുൻ മുതിർന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളായ നഥാൻ ഗിൽ ജയിലടയ്ക്കപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം ശക്തമാക്കിയത്. ഈ അന്വേഷണം മുൻ മുതിർന്ന സിവിൽ സർവന്റ് ഫിലിപ്പ് റൈക്രോഫ്റ്റ് നയിക്കും. രാഷ്ട്രീയ സംഭാവനകൾ, വിദേശ ധനസഹായ മാർഗങ്ങൾ, ക്രിപ്റ്റോ കറൻസി വഴി നടപ്പാക്കുന്ന ഇടപാടുകൾ എന്നിവയും അന്വേഷണ പദ്ധതിയിൽ ഉൾപ്പെടും. വിദേശ ഇടപെടലുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പുകളെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്ന് സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് റെസിഡന്റ് ഡോക്ടർമാരിൽ നടത്തുന്ന 5 ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു. ഇന്നു മുതൽ 22 വരെയാണ് സമരം. ഫ്ലൂ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സമരം നടത്തുന്നത് NHS സംവിധാനത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ 2008-2009 കാലഘട്ടത്തിന് ശേഷം യഥാർത്ഥ മൂല്യത്തിൽ ശമ്പളം വൻതോതിൽ കുറഞ്ഞുവെന്ന ആരോപണമാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. ശമ്പളത്തിന്റെ യഥാർത്ഥ മൂല്യം പുനഃസ്ഥാപിക്കണമെന്ന യൂണിയന്റെ ആവശ്യത്തിനെതിരെ സർക്കാർ നൽകിയ ഓഫർ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങൾ തള്ളിയതോടെയാണ് സമരം ആരംഭിച്ചത്. പ്രധാനമന്ത്രി, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമരം രോഗി സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പ് മുമ്പ് നൽകിയിരുന്നു. പണിമുടക്കിനെ തുടർന്ന് നിരവധി അപ്പോയിന്റ്മെന്റുകളും തെരഞ്ഞെടുക്കപ്പെട്ട ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ടതായും വന്നു. UKയിലെ അവസാനത്തെ എഥിലീൻ പ്ലാന്റ് സംരക്ഷിക്കുന്നതിനായി സർക്കാർ £120 മില്യൺ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചു. ഇതുവഴി 500-ലധികം തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുമെന്നാണ് പ്രതീക്ഷ. നിയോസ് കമ്പനിയുമായി ചേർന്ന് ആകെ £150 കോടി നിക്ഷേപത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി KR സ്റ്റാമർ അറിയിച്ചു. ഇതിൽ സർക്കാരിന്റെ പങ്ക് £120 മില്യൺ, ബാക്കി ശേഷിക്കുന്നത് £30 മില്യൺ ഇനിയോസ് ആണ് പങ്കിടുന്നത്. രാജ്യത്തിന്റെ കെമിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രധാന ഭാഗം സംരക്ഷിക്കുന്നതിന് സ്കോട്ടിഷ് പ്ലാന്റിലെ നിക്ഷേപം അനിവാര്യമാണെന്ന് സർക്കാർ അറിയിച്ചു. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എഥിലീൻ, മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക് ഉൽപാദനം, ജലസംസ്കരണം, എയ്റോസ്പേസ്, കാർ നിർമ്മാണം എന്നിവയ്ക്ക് അത്യാവശ്യമാണെന്ന് കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ചാൻസലർ റേച്ചൽ റീവ്സും ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയ്ലും ചേർന്ന് എഡ്വിൻബർഗിനടുത്തുള്ള സ്ഥലത്ത് കരാർ അനാച്ഛാദനം ചെയ്തു.
ആഷസ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ടോസ് നേടി ഓസീസ് ബാറ്റിംഗിനിറങ്ങി. ആദ്യ ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസീസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 269 റൺസ് എന്ന നിലയിലാണ്. 85 റൺസോടെ അലക്സ് ക്യാരിയും 13 റൺസോടെ പാറ്റ് കമിൻസുമാണ് ക്രീസിലുള്ളത്. ഒരു ഘട്ടത്തിൽ 94-ൽ 4 വിക്കറ്റ് എന്ന സ്കോറിൽ തകർന്ന ഓസീസിനെ ക്യാരിയും ഗവാജിയും ചേർന്ന അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടാണ് കരകയറ്റിയത്. 3 പന്തുകളുടെ ഇടവേളയിൽ മാർനസ് ലെബുഷ്നെയിനെയും കാമറൂൺ ഗ്രീനെയും മടക്കിയ ജോഫ്രെ ആർച്ചറാണ് ഓസീസിനെ ഞെട്ടിച്ചത്. നേരത്തെ ഓപ്പണർ ജേക്ക് വെദറാൾഡിനെയും ആർച്ചർ മടക്കിയിരുന്നു. 10 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിനെ ബ്രൈഡൻ കാർസും മടക്കി. അസുഖബാധിതനായതിനാൽ സ്റ്റീവ് സ്മിത്ത് ഇന്ന് ഓസ്ട്രേലിയയുടെ പ്ലേയിംഗ് 11-ലില്ല. പാറ്റ് കമിൻസ് നായകനായി തിരിച്ചെത്തിയപ്പോൾ സ്പിന്നർ നഥാൻ ലിയോണും ഓസീസിന്റെ പ്ലേയിംഗ് 11-ൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 4ാം ട്വന്റി മത്സരം ഇന്ന് നടക്കും. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകദിന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം. രാത്രി 7 മണിക്ക് ഇന്ത്യൻ സമയം മത്സരം ആരംഭിക്കും. 4ാം ട്വന്റിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുന്ന ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായകമാണ്. ജയം ആവർത്തിച്ചാൽ അവസാന മത്സരത്തിന് കാത്തുനിൽക്കാതെ പരമ്പര ഇന്ത്യയ്ക്ക് സ്വന്തമാക്കാം. 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെയും മൂന്നാമത്തെയും മത്സരം ജയിച്ച ഇന്ത്യ 5 മത്സര പരമ്പരയിൽ 2-1 മുന്നിലാണ്. അതേസമയം പരമ്പര കൈവിട്ട് കളയാതിരിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ന് വിജയം അനിവാര്യമാണ്. കൊച്ചി മേയർ സ്ഥാനത്തിനായി കോൺഗ്രസിൽ പിടിവലി. കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറാകുന്നത് തടയുവാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ നീക്കം തുടങ്ങി. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം നോക്കി മേയറെ തീരുമാനിക്കണമെന്ന ആവശ്യം കെപിസിസിക്ക് മുന്നിൽ ഉന്നയിക്കുവാനാണ് ഇവരുടെ ശ്രമം. ദീപ്തി മേരി വർഗീസ്, ഷൈലി മാത്യു, VK മിനിമോൾ എന്നീ 3 പേരിൽ ഒരാളാവും കൊച്ചിയുടെ പുതിയ മേയറെന്ന് കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവരിൽ ആര് എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവി എന്ന ജോസഫ് വിഭാഗത്തിനെതിരായ ജോസ് കെ മാണിയുടെ പ്രസ്താവനയിൽ തിരിച്ചടിച്ച് മോൻസ് ജോസഫ്. പരുന്തിന്റെ മുകളിലെ കുരുവി ജോസ് കെ മാണിയും കൂട്ടരുമാണെന്ന് മോൻസ് ജോസഫ് മറുപടി നൽകി. പരുന്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് ചതഞ്ഞരിഞ്ഞ് പോയവരാണ് ജോസ് കെ മാണിയും കൂട്ടരും. ജോസ് കെ മാണി ഇല്ലാതെയാണ് UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടിയത്. ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് UDF നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. പുതുവർഷത്തെ വരവേൽക്കുവാൻ പടക്കം വേണ്ടെന്ന കർണാടക. നവവത്സരാഘോഷങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കർണാടക പോലീസ് ഉത്തരവിറക്കി. ഗോവയിലെ നിശാ പബ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുൻകരുതൽ. ഇതുൾപ്പെടെ 19 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.